പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ജോസ് അജയ്. വീട് പാലക്കാടാണ്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ കൊച്ചനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പ്രകൃതിക്ഷോഭം നമ്മുടെ കേരളത്തെ മൂടിയിരുന്നു. അതായത് വയനാട് ഉരുൾപൊട്ടൽ, അതായത് ചൂരൽമല എന്ന സ്ഥലത്ത്. പക്ഷെ അവിടെ ഞങ്ങൾ വോളണ്ടിയറായിട്ട് യൂത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് പേര് പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോടായിട്ട് പങ്കുവെക്കുന്നത്. അതായത് കർത്താവ് എങ്ങനെയൊക്കെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് എത്രമാത്രം നമ്മളെ അനുഗ്രഹിക്കുന്നു, എത്രമാത്രം ഗിഫ്റ്റഡ് ആണ് നമ്മളെന്ന് ഒരു തോട്ടുണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിക്കാനായിട്ട് എത്രമാത്രം കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ എത്ര അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് കർത്താവ് തരുന്നത് എന്നുള്ളൊരു കാര്യം ഒക്കെ നമുക്ക് ബോധ്യപ്പെട്ടത് അവിടെ നിന്നാണ്. അതായത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ, ആദ്യം ഞങ്ങൾ പോകുന്ന ക്യാമ്പുകളിലേക്കായിരുന്നു. അപ്പോൾ ക്യാമ്പുകളിൽ പോയി ക്യാമ്പിൽ ഒരു പയ്യൻ ഞങ്ങളോട് വന്നിട്ട് ചോദിച്ചു, ഈ ക്യാമ്പിനകത്തേക്ക് ഞങ്ങളോട് കയറാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കങ്ങനെ പെർമിഷൻ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഈ ക്യാമ്പിൻ്റെ അതോറിറ്റി ഞങ്ങളല്ല, ഞങ്ങളുടെ വോളണ്ടിയറാണ്. അവനോട് സംസാരിച്ച് കഴിയുമ്പോൾ അവൻ പറഞ്ഞത്, അവൻ അന്വേഷിക്കുന്ന അവൻ്റെ അപ്പനെയും അമ്മയും അവൻ്റെ അനിയനെയാണ്. അതായത് അവൻ്റെ അപ്പനെയും അമ്മയും അനിയനും എവിടെയാണ് എന്ന് ഇവനറിയത്തില്ല. അപ്പോൾ ഇവൻ വരുന്നു, അപ്പോഴത്തേക്ക് ഞങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ കയറി നോക്കിക്കോളാൻ പറയും. അവൻ ആ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി പോരുന്ന നേരത്ത് അവൻ പറഞ്ഞു, ഇവിടെ ആരുമില്ല ചേട്ടാ, എൻ്റെ ആരുമില്ല എന്ന്. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കായിരുന്നു, ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എൻ്റെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് ഡേ തൊട്ട്, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും എന്ന് പോലും എനിക്കറിയത്തില്ല. ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു പയ്യനെ കണ്ടുകഴിയുമ്പോൾ എന്ത് പറയണം, അല്ലെങ്കിൽ എങ്ങനെ അവനെ ആശ്വസിപ്പിക്കണം എന്നറിയാത്തൊരു അവസ്ഥയിൽ അന്ന് ഞാൻ ആലോചിക്കായിരുന്നു, കർത്താവ് ഒരു നല്ലൊരു അപ്പനെയും അമ്മയും തന്ന് എന്നെ അനുഗ്രഹിച്ചു, അതേപോലെ ഒരു സഹോദരനെ തന്ന് എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ അവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്നേക്കാൾ ചെറിയ പ്രായത്തിൽ ഒറ്റ രാത്രി കൊണ്ട് സ്വന്തം അപ്പനും അമ്മയും അനിയനെയും ഒരു പ്രതീക്ഷിക്കാത്തൊരു മഴവെള്ളപ്പാച്ചിൽ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും അവൻ സഹിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ കുറേ വേദനകളായിരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചായിരുന്നു, എങ്ങനെയൊക്കെയാണ് ഞാൻ കർത്താവിനോട് നന്ദി പറയുന്നത്. എനിക്കൊരു നല്ലൊരു അപ്പനെ തന്നു, അമ്മയെ തന്നു, സഹോദരങ്ങളെ തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം എടുത്തു പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആവുമെന്നൊരു ചിന്ത പോലും അവിടെ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്, കുറേ നാളുകൊണ്ടാണ് ഒരു വണ്ടി ഞാൻ സ്വന്തമായിട്ട് വാങ്ങുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പലരുടെയും വീടും അതേപോലെ തന്നെ വണ്ടികളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന പലരെയും കണ്ടു. പലരും നമ്മളോട് വന്ന് കരയുന്ന അവസ്ഥയിലൊക്കെ ഇന്ന് സംസാരിക്കുന്നു. അവിടെയൊക്കെ കണ്ണുനീര് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് ഓഫീസിലേക്ക് പോകാനായിട്ടൊരു നല്ലൊരു വണ്ടിയുണ്ട്, അതുപോലെ തന്നെ കയറി കിടക്കാനായിട്ടൊരു വീടുണ്ട്, ഒരു അപ്പനും അമ്മയും ഇതേപോലെ കാര്യങ്ങളൊക്കെ തന്ന് കർത്താവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കൽ പോലും എനിക്കൊരു അപ്പനെ തന്നതിലോ, അല്ലെങ്കിൽ അമ്മയെ തന്നതിലോ, നല്ലൊരു വീടുണ്ട് തന്നതിലോ, അല്ലെങ്കിൽ സഹോദരങ്ങളെ തന്നതിലോ, എനിക്കൊരു വാഹനം തന്നതിലോ, ജോലി തന്നതിലോ ഒന്നിൽ ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഒരു 3 ദിവസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പലരും നമ്മളോട് വന്ന് കരയുന്നു, അല്ലെങ്കിൽ പലരുടെയും ജീവിതാനുഭവങ്ങൾ നമ്മളോട് പറയുമ്പോൾ പെട്ടെന്നൊരു ദിവസം എല്ലാം ഉണ്ടായിട്ടും എല്ലാം നഷ്ടപ്പെട്ടിട്ടും എങ്ങനെയൊക്കെ അവർ സർവൈവ് ചെയ്ത് വരുന്നത് എന്നൊക്കെ പലപ്പോഴും ഞങ്ങൾ കണ്ടതാണ്. പക്ഷെ അവരൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇൻ കേസ് അത് എൻ്റെ ലൈഫിൽ നടന്നിരുന്നെങ്കിൽ എനിക്കും അറിയത്തില്ല എന്തായിരിക്കും നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചേക്കാം. അങ്ങനെയൊക്കെ പലരും ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചവരുണ്ടായിരുന്നു ആ ഒരു കൂട്ടത്തിൽ. പക്ഷെ അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ നേരത്തും കർത്താവിനോട് കൂടുതൽ അടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതായത് കർത്താവ് എങ്ങനെയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വയനാട് ഞങ്ങൾ പോയൊരു അനുഭവം. അതായത് അതിനൊരാഴ്ച മുമ്പ് ഞങ്ങൾ വയനാട് പോയതായിരുന്നു. പക്ഷെ അന്നൊക്കെ എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാരായിട്ട് തന്നെയായിരുന്നു. ഈവൻ പലപ്പോഴും അവിടെ മോർച്ചറി എടുത്ത് പോകുമ്പോഴാണെങ്കിൽ പോലും നമുക്കറിയാം പലരുടെയും മൃതദേഹങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. അപ്പം അത്രയും ഭീകരമായൊരവസ്ഥയിൽ നിന്നിട്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷെ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയാതെ നിൽക്കുന്ന അവസ്ഥയിലും കർത്താവിന് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കാനുണ്ട്. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒരു പക്ഷെ ഞാനൊരു കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടും സാധിച്ചത്. അല്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ അങ്ങോട്ട് പോവില്ലായിരുന്നു ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്കൊരു അപ്പനെ കിട്ടിയതിലോ അമ്മയെ കിട്ടിയതിലോ ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയതിലോ ഒന്നും ഞാൻ ഒരിക്കലും നന്ദി പറയില്ലായിരുന്നു. അതുപോലെ തന്നെ കർത്താവ് നമ്മളൊക്കെ വളർത്തുന്ന കാര്യത്തിലും എൻ്റെ ഓരോ കാര്യത്തിലും കർത്താവ് ഇടപെട്ട സ്റ്റെപ്പുകൾ ഈ ഒരു അത്രയ്ക്കും ബ്ലെസ്ഡ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു. അത് എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മൾ ആരും ഒരിക്കലും പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നന്ദി പറയുന്നത്.
പല കാര്യങ്ങളിലും നമ്മൾ കർത്താവിനോട് നന്ദി പറയാറുണ്ട്. വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ, അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ നമുക്ക് കിട്ടിയ ദാനങ്ങൾ, നമുക്ക് കിട്ടിയ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും, ഒരു വീട് തന്നതിന്, നല്ല വിദ്യാഭ്യാസം തന്നതിന്, നല്ല കൂട്ടുകാരെ തന്നതിന്, നല്ല ഒരു ഇടവക തന്നതിന് ഒരിക്കലും നമ്മൾ നന്ദി പറയാറില്ല. നമ്മുടെ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ പോലും, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളൊന്ന് ഒരു ദിവസം റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എത്രമാത്രം അനുഗ്രഹങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതെന്ന്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ നന്ദി പറയാറുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയത്, നമ്മൾ ആരും പലരും വിട്ടുപോകുന്നൊരു കാര്യമായി ഇതേപോലെ ഇത്രയും കർത്താവ് അനുഗ്രഹിച്ചിട്ടും നമ്മൾ നന്ദി പറയാതെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഉള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കുഞ്ഞു അനുഗ്രഹങ്ങൾക്ക് പോലും നമുക്ക് നന്ദിയുള്ളവരായിട്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.